Good morning, my dear children. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ 19ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ ചൈൽഡ് ഹാസ് എ ഡൈ ഹൂസ് 6 ഫേസസ് ഷോസ് ദ ലെറ്റേഴ്സ് ആസ് ഗിവൺ ബിലോ. എ, ബി, സി, D, then E, again A. The die is thrown once. What is the probability of getting? First question A, second question D. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ഡൈസ് ഉണ്ട്. ആ ഡൈസിനകത്ത് ഡൈസിന് 6 ഫേസസ് തന്നെയാണ്. അതിൽ ഓരോന്നിലും ഈ ലെറ്റേഴ്സാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം വരുന്നുണ്ട്. ശരിയല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ്? ടോട്ടൽ ലെറ്റേഴ്സ് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 6 ആണ്. ശരിയല്ലേ? അതിൽ എ വരുന്നത് അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. Let E be the event of getting capital A. First question ഏതല്ലേ? Let E be the event of getting capital A. ഇവിടെ എത്ര എകളുണ്ട്? 2 എ ഉണ്ട്. ഉണ്ടോ? ഇപ്പോൾ 2 എ ഉണ്ടെങ്കിൽ നമ്മൾ P of E എങ്ങനെ എഴുതും? P of E equal to number of outcome favorable to E divided by total number of possible outcome. ഇവിടെ നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ്? 6. സോ ആൻസർ ഈസ് 1/3. അതുപോലെ ഡി എന്ന ലെറ്റർ, വാട്ട് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യാപിറ്റൽ ഡി ആണ്. ഡി ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ലെറ്റ് ഇ ബി ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ക്യാപിറ്റൽ ഡി. ദെൻ പി ഓഫ് ഇ എന്ന് പറയുന്നത് number of outcome favorable to E divided by number of all possible outcome. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് P of E equal to എന്തോരും? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. ഒരു ഡി അല്ലേ ഉള്ളൂ. സോ 1/6. മനസ്സിലായോ അത്? അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് യു ഡ്രോപ്പ് എ ഡൈ at random on the rectangular region shown in the figure. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിലൊരു റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. ആ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ലാൻഡ് ഇൻസൈഡ് ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ 1 മീറ്റർ. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ എന്ന്. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 3 മീറ്ററും ബ്രെഡ്ത്ത് 2 മീറ്ററും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സപ്പോസ് യു ഡ്രോപ്പ് എ ഡൈ അറ്റ് റാൻഡം ഓൺ ദ റെക്റ്റാങ്കുലർ റീജിയൻ. റെക്റ്റാങ്കുലർ റീജിയനിലോട്ട് നമ്മൾ ഡൈ ഇട്ടു. അത് ഈ 1 മീറ്റർ സർക്കിളിനകത്ത് വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പം നമുക്കറിയാം റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവായിരുന്നു? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? സോ 2 × 3 = 6 മീറ്റർ ആണ്, മീറ്റർ സ്ക്വയർ. അത്രയുമാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 2r. ഡയമീറ്റർ തന്നിട്ടുണ്ട് 1 മീറ്റർ എന്ന്. സോ r അവിടെ നിന്ന് നമുക്ക് കിട്ടും 1/2 മീറ്റർ എന്ന്. റേഡിയസ് ആണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ 1/2 മീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദി സർക്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവായിരുന്നു? πr². സോ π × 1/2 സ്ക്വയർ ഈക്വൽ ടു π/4. അത്രയും മീറ്റർ സ്ക്വയർ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയയും നമുക്ക് കിട്ടി. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദ ഡൈ വിൽ ലാൻഡ് ഇൻസൈഡ് ദി സർക്കിൾ. നമ്മൾ ഒരു ഡൈ ഇട്ടു. ആ ഡൈ ഈ റെക്റ്റാങ്കിളിനകത്തോട്ടാണ് ഇട്ടത്. അത് ഈ 1 മീറ്റർ സർക്കിളിനകത്ത് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? ചാൻസ് എന്തായിരിക്കും? ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 6. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 ആണ്.
സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ ഇതല്ലേ ഒരു ചാൻസ് ഉള്ളൂ നമുക്ക്. സോ ദ ആൻസർ ഈസ് π/24. ഇതാണ് നമ്മുടെ ചാൻസ്. ഓക്കെ, സമയം കുറവ് മൂലം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവുകയാണ്. മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് തോന്നുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. A lot consists of 144 ball pens, of which 20 are defective. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ പെൻ എത്രയാണ്? 144 ആണ്. അതിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് 20 ആണ്. ഇന്നലെ നമ്മൾ ഇതേപോലെ 20 ഡിഫക്റ്റീവിൻ്റെ കേസ് പഠിച്ചായിരുന്നു അല്ലേ? And 20 are defective and the others are good. Nuri will buy a pen if it is good. നല്ലതാണെങ്കിൽ മാത്രമേ മേടിക്കത്തുള്ളൂ. ബട്ട് വിൽ നോട്ട് ബൈ ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ്. ദ ഷോപ്കീപ്പർ ഡ്രോസ് 1 pen at random and give it to her. What is the probability that she will buy it and she will not buy it? അപ്പോൾ വാങ്ങിക്കാനും വാങ്ങിക്കാതിരിക്കാനുമുള്ള 2 ചാൻസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആകെ അറിയാവുന്ന കാര്യം ഇവിടെ എത്ര പെൻ ഉണ്ടെന്നറിയാം, അതിനകത്ത് ഡിഫക്റ്റീവ് എത്രയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഗുഡ് പെൻ എത്രയായിരിക്കും? ഗുഡായിട്ടുള്ളത് നല്ല പേനാന്ന് പറയുന്നത് 144ൽ നിന്നും ഈ 20 മൈനസ് ചെയ്യുന്നു. 124 പെൻ ഗുഡാണ്. സോ ഗുഡ് പെൻ മാത്രമേ ആരും മേടിക്കത്തുള്ളൂ, ന്യൂറി മേടിക്കത്തുള്ളൂ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് പ്രോബബിലിറ്റി ദാറ്റ് ഷീ വിൽ ബൈ ഇറ്റ് അല്ലേ? ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടി മേടിക്കുന്നതാണ്. സോ പ്രോബബിലിറ്റി ദാറ്റ് ഷീ വിൽ ബൈ ഇറ്റ് ഈക്വൽ ടു വാങ്ങിക്കുന്നതിനകത്ത് ഗുഡ് ആകാനുള്ള ചാൻസ് 124 എണ്ണത്തിനേ ഉള്ളൂ. സോ 124 ഡിവൈഡഡ് ബൈ 144. ശരിയല്ലേ? നമ്മൾ എടുക്കുന്നത് ഷോപ്പ് കീപ്പർ റാൻഡം ആയിട്ടാണ് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് ചെയ്യുന്നതിനകത്ത് നല്ലത് വരാനുള്ള ചാൻസ് 124 എണ്ണത്തിനാണ്. ബാക്കി അത്രയും ഡിഫക്റ്റീവാണ്. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് വരും? പ്രോബബിലിറ്റി ദാറ്റ് ഷീ വിൽ നോട്ട് ബൈ എന്ത് വരും? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് നമുക്ക് എന്തെഴുതാം, 20/144 എന്ന് എഴുതിയിട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നല്ല പേനയുടെ കാര്യം നമുക്കിപ്പോൾ അറിയാം. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഷോർട്ട് ആക്കിയാൽ 31/36 എന്ന് കിട്ടും. 2 രീതി ചെയ്യാൻ ഞാൻ 2 ഒന്ന് കാണിച്ചു തന്നേക്കാം. ഒരു മെത്തേഡ് ഇതാണ്. നമുക്കൊന്നെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് P(E) ആണെങ്കിൽ P(E) കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ മെത്തേഡിലൊന്നും ചെയ്തില്ലല്ലോ. 1 - P(E) എന്ന് ഇട്ടാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ഈ 31/36 എടുത്താൽ മതി. ഈക്വൽ ടു 36 - 31 ഡിവൈഡഡ് ബൈ 36 ഈക്വൽ ടു 5/36. അതൊരു മെത്തേഡാണ്. ഇനി അതല്ലെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് ആ കുട്ടി മേടിക്കില്ല എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് ഷീ വിൽ നോട്ട് ബൈ ഇറ്റ്. പ്രോബബിലിറ്റി ദാറ്റ് ഷീ വിൽ നോട്ട് ബൈ ഇറ്റ്. ചാൻസ് എന്താണ്? 20 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ 20 എണ്ണം വരാനുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കി. ഈ സെയിം ആൻസർ ആണോ നോക്കിക്കേ. നമുക്ക് എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇത് നമുക്ക് 4 വെച്ച് നമുക്ക് വെട്ടാം അല്ലേ? 5 ഡിവൈഡഡ് ബൈ 36. ഇത് 2 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. 2 കൂടെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ P(E) കോംപ്ലിമെൻറ്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. P(E) കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 - P(E). ഇവിടെ നമ്മൾ P(E) ആയിട്ട് എടുത്തിരിക്കുന്നത് എന്തായിരുന്നു? ഷീ വിൽ ബൈ ഇറ്റ് അല്ലേ? P(E) എന്ന് പറഞ്ഞാൽ ഷീ വിൽ വാങ്ങിക്കുന്നതായിരുന്നു. അപ്പോൾ വാങ്ങിക്കാത്തത് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1ൽ നിന്നും വാങ്ങിച്ചത് മൈനസ് ചെയ്താൽ നമുക്ക് വാങ്ങിക്കാത്തത് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 22nd ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 ഡൈസ് ടോസ് ചെയ്യുന്ന ഒരു ടേബിളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. 2 ഡൈസ് ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബബിലിറ്റിയുടെ ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 2 ഡൈ 1 പ്രാവശ്യം ടോസ് ചെയ്താലും 1 ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്താലും
ഒരേ ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നോക്കിയാൽ ഇവിടെ നോക്കി, ഇതൊരു ഡൈയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് വേറൊരു ഡൈയുടെ കാര്യമാണ്. 2 ഡൈസ് എടുത്തിട്ടുണ്ട്. 2 ഡൈസ് നോക്കി നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലെ ടോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്തും 1 വരാം, ഇതിനകത്തും 1 വരാം. അപ്പോൾ 1 1. ഇനി ഫസ്റ്റ് ഡൈ ഒന്ന് ടോസ് ചെയ്തപ്പോൾ നമുക്ക് 1 വരാം, സെക്കൻഡ് ഡൈയിൽ അത് 2 വരാം. ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ള എല്ലാ ഔട്ട്കംസും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ടേബിളാണ് ഇത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ടേബിളല്ല, ഈ ടേബിളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രോബബിലിറ്റീസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇവിടെ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം 36 ആണ്. സം കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഇവൻ സം ഓൺ 2 ഡൈ, 2 ഡൈയിലേയും കൂടെ ടോസ് ചെയ്യുമ്പോഴത്തേക്കും 1 1 2 വരുന്നത് ഇതൊരെണ്ണമേ ഉള്ളൂ. ശരിയല്ലേ? അതാണിത് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/36. ഇനി സം 3 വരുന്നത് എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ, 1 2ഉം 2 1ഉം ഇവർ 2 പേര് മാത്രമേ നമുക്ക് സം 3 വരുന്നുള്ളൂ. അപ്പോൾ എത്ര ഔട്ട്കം ഉണ്ട് മൊത്തം? 1 2. സോ ഇത് 2/36. ഇനി 4 വരുന്ന ആരൊക്കെയാന്ന് നോക്കിയേ, 1 3 2 2 3 1 ഇവർ 3 പേരുണ്ട്. സോ ഇതിൻ്റെ 3/36. ഇനി സം 5 വരുന്നത് 1 4 3 2 3 3 2 4 1 4 പേരുണ്ട് അല്ലേ? സോ 4/36. സം 6 വരുന്നത് 1 2 3 4 5. സോ ആൻസർ ഈസ് 5/36. ഇനി 7 വരുന്നത് നോക്കിയേ, 1 2 3 4 5 6 6/36. 8 വരുന്നത് 1 2 3 4 5 5/36. 9 വരുന്നത് 1 2 3 4 4/36. നിങ്ങൾക്ക് നോക്കി എഴുതുന്നത് മനസ്സിലായല്ലോ അല്ലേ? 10 വരുന്നത് 1 2 3 3/36. 11 വരുന്നത് 1 2 2/36. നമുക്ക് ആദ്യത്തെ വർഷം ഈ ടേബിൾ ആവശ്യമുള്ളതാണ് കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ 12 വരുന്നത്. സോ 1/36. നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നോക്കിയേ, ഇവിടം വരെ ഒരേപോലെട്ട് പിന്നെ കുറഞ്ഞു വരുന്നതായിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ ടേബിള് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു 22nd ക്വസ്റ്റ്യൻ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടേബിൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ 24 ക്വസ്റ്റ്യനും കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്യുകയാണ്, ആൻസർ ഫില്ല് ചെയ്യുകയാണ്. ഇത് 22nd ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ 24th കൂടെ ഞാനൊന്ന് ചെയ്യുകയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. What is the probability that 5 will not come either time? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൈ, 2 ഡൈസ് ഒരു പ്രാവശ്യം ടോസ് ചെയ്താലും ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്താലും ഒരേ ആൻസർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? നമുക്ക് ടോട്ടൽ ഔട്ട്കം 36 എണ്ണം കാണും. സോ ഇവിടെ നമുക്ക് ഒരു ഡൈ ആണ് 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നത്. അതിൽ 5 വരാതിരിക്കാനുള്ള ചാൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 36 ആണ്. ശരിയല്ലേ? അതിൽ 5 എന്ന നമ്പർ വരാത്തത് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. 5 വരാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇതൊന്നും വരത്തില്ല. 21 22 23 24 25 കണ്ടോ? അപ്പം നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ളത് ഈ ഡിഫൈൻ ചെയ്താൽ ഈ ബി ദ ഇവന്റ് ദാറ്റ് 5 വിൽ നോട്ട് കം അപ്പ് ഐദർ ടൈം, ദാറ്റ് ഈസ് പി ഓഫ് ഇ ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം എന്ന് എഴുതി കഴിഞ്ഞാൽ പി ഓഫ് ഇ എന്തായിരിക്കും? 25 ഡിവൈഡഡ് ബൈ 36.
എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? അതല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? 5 വരുന്ന എല്ലാം എടുക്കുക, മൈനസ് ചെയ്തെടുത്താൽ മതി. 36 നിന്ന് മൈനസ് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 5 വിൽ കം അപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് 5 വരുന്ന കേസ്. അപ്പം 2 പ്രാവശ്യം വേണമെങ്കിലും വരാം, കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വരണം. ഇതിനകത്ത് 5 ഒരു പ്രാവശ്യം വരുന്നത് നോക്കി, 1 2 3 4 10 5 6 7 8. ഇതെടുക്കാമോ? എടുക്കാം. കാരണം എന്താ? അറ്റ്ലീസ്റ്റ് വൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കുറഞ്ഞത്, അപ്പോൾ ഒന്നിൽ കൂടുതലാവാം, പ്രശ്നമൊന്നുമില്ല. നോക്കിയേ, 4 8 വരെ തന്നെ അല്ലേ? 9 10 11. അപ്പോൾ എന്തായിരിക്കും ആൻസർ? നമ്മൾ ഈ ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ് ഇ ബി ദ ഇവന്റ് ദാറ്റ് 5 വിൽ നോട്ട് കം അപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്, then P of E equal to 11 divided by 36. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അടുത്തത് 23rd ക്വസ്റ്റ്യൻ ആണ്. എ ഗെയിം കൺസിസ്റ്റ് ഓഫ് ടോസിങ് എ 1 rupee coin 3 times and nothing its outcome each time. Hanif wins if all the tosses gives the same result, that is 3 heads or 3 tails, and loses otherwise. Calculate the probability that Hanif will lose the game. അപ്പോൾ ഇവിടെ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുകയാണ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഡൈയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താലും 3 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്താലും ഒരേ ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് എഴുതി നോക്കാം. നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ഹെഡ് 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 ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. എനിക്ക് ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പം ആദ്യത്തെ പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ ഹെഡ് വരാം, വീണ്ടും ഹെഡ്, വീണ്ടും ഹെഡ്. പിന്നെ ഹെഡ് ഹെഡ് ടെയില് 2 പ്രാവശ്യം ഹെഡ് വന്നു, പക്ഷേ 3ാമത്തെ പ്രാവശ്യം ടെയിലായിപ്പോയി. ഹെഡ് ടെയില് ഹെഡ്, ആദ്യത്തെ പ്രാവശ്യവും 3ാമത്തെ പ്രാവശ്യവും ഹെഡ് വരാം, 2ാമത്തെ പ്രാവശ്യം മാത്രം ടെയിൽ വരാം. അതേപോലത്തെ ഒരു കേസാണ് അടുത്തതും കണ്ടോ. അപ്പോൾ ടെയിൽ ഒരു പ്രാവശ്യം വരുന്ന കേസ് അല്ലെങ്കിൽ 2 പ്രാവശ്യം ഹെഡ് വരുന്ന കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാ? ഹെഡ് ടെയില് ടെയില് കണ്ടോ. പിന്നെ ടെയില് ഹെഡ് ടെയില് 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 ഹെഡ്. ഓക്കെ, 2 പ്രാവശ്യം ടെയിൽ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഹെഡ് വരുന്ന 3 കേസ് ഉണ്ട്, അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ള കേസ് ഇത് മാത്രമേ ഉള്ളൂ, 3 ടെയിൽ വരുന്നത്. മുഴുവൻ എത്ര എണ്ണം ഉണ്ട് നോക്കിയേ? 8. ഓർത്ത് വെച്ചോണം, ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താലും 3 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്താലും വരുന്ന ഔട്ട്കം ഇതായിരിക്കും. 8 എണ്ണം കാണും. മനസ്സിലായോ? 8 എണ്ണം കാണും. ഇത് കണ്ടുപിടിക്കാനുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. തൽക്കാലം ഇത് അങ്ങ് ചെയ്ത് ഇങ്ങനെ ഓർഡറിൽ തന്നെ എഴുതി ഒന്ന് പഠിക്കുക. ഇനിയും നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹനീഫ് വിൻ ചെയ്യുന്ന കേസ് ഇത് 2 എണ്ണമാണ്. ഒന്നെങ്കിൽ 3 പ്രാവശ്യവും ഹെഡ് വരണം, അല്ലെങ്കിൽ 3 പ്രാവശ്യവും ടെയിൽ വരണം. ബാക്കിയുള്ള കേസിലെല്ലാം ഹനീഫ് തോറ്റു പോകും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹനീഫ് തോറ്റു പോകാനുള്ള പ്രോബബിലിറ്റിയാണ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 ഔട്ട്കംസ് തോറ്റു പോകാനുള്ള പ്രോബബിലിറ്റിക്കകത്ത് വരുന്നതാണ് അല്ലേ. ബാക്കി 2 എണ്ണമേ ഉള്ളൂ ജയിക്കുന്നത്. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ്? ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 8 ആണ് ടോട്ടൽ. നമുക്ക് ഇപ്പോൾ ഹനീഫ് തോറ്റു പോകുന്നതിനുള്ള ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? 6 ആണ്. സോ ഈ എങ്ങനെ ഡിഫൈൻ ചെയ്യും? E be the probability that Hanif will lose a game. So P of E equal to എന്ത് വരും? നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു E ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഫേവറബിൾ ആയിട്ട് വരുന്നത് 6 ആണ്, ടോട്ടൽ 8 ആണ്. സോ ദ ആൻസർ ഈസ് 3/4. മനസ്സിലായോ? ഇതോ
ഒരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൽഡ് ഡെക്ക് ഓഫ് പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ് ഓർ ജാക്ക്. കിങ് ഓർ ജാക്ക്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. അതിൽ എത്ര കിങ് ഉണ്ട്? കിങ് 4 ഉണ്ട്. ജാക്കോ അതും 4. സോ ടോട്ടൽ നമുക്ക് 8 കാർഡ്സ് കിങ്ങും ജാക്കുമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്? ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് കിങ് ഓർ ജാക്ക്. നമ്മൾ 52 കാർഡിനകത്തു നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത് കിങ്ങോ ജാക്കോ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മൊത്തം 4 കിങ് ഉണ്ട്, 4 ജാക്ക് ഉണ്ട്. അപ്പോൾ 8 കാർഡ്. ഇതിലാരെങ്കിലും വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമടച്ച് പറയാവുന്നതേ ഉള്ളൂ. പി ഓഫ് ഇ എന്തായിരിക്കും? 8/52. അടുത്ത ക്വസ്റ്റ്യൻ, എ നോൺ ഏസ്. എ നോൺ ഏസ്. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം എത്ര ഏസ് ഉണ്ടെന്നുള്ളതാണ്. എത്ര ഏസ് ഉണ്ട്? 4 ഏസ് ആണ് അല്ലേ? നമ്മുടെ ഈ 4 എന്താ പറയുക, ഡയമണ്ട്, ഹാർട്ട്, ക്ലബ്, സ്പേഡ്, 4-നകത്തും ഓരോ ഏസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഏസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഏസിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഏസ് അല്ലാത്തത് എത്ര എണ്ണം കാണും? 52-വിൽ നിന്നും ഈ 4 മൈനസ് ചെയ്യുന്ന എത്രയാണോ അത്രയും എണ്ണം ഏസ് വരാതിരിക്കാനുള്ള ചാൻസാണ്. അപ്പം 48/52. ശരിയല്ലേ? ഈ ഏസ് ഇതിനകത്ത് വരാൻ പാടില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഏസ് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് നോൺ ഏസ്. ദെൻ പി ഓഫ് ഇ ഈക്വൽ ടു, നമ്മളപ്പം ഇത് കണ്ടുപിടിച്ച് വെക്കുക. പി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ദെൻ 48/52. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും? 4 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12/13 എന്ന് കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ റെഡ് കാർഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു 4 ടൈപ്പ് ഓഫ് കാർഡ്സ് ഉള്ളതിനകത്ത് 2 എണ്ണം റെഡും 2 എണ്ണം ബ്ലാക്കും ആണെന്ന് അല്ലേ? അതായത് 13 + 13, 13 + 13 റെഡ്, 13 + 13 ബ്ലാക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് റെഡ് കളറ് വരാനുള്ള ചാൻസ് ആണ് അല്ലേ? വരാനുള്ള പ്രോബബിലിറ്റിയാണ്. ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ റെഡ് കാർഡ്. ഈ 26-ൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ആൻസർ വരുന്നത്? 26/52. The last question, neither a king nor a queen. Neither a king nor a queen. കിങ്ങും വരരുത്, ക്യൂനും വരരുത്. അപ്പോൾ എത്ര കിങ് ഉണ്ട് നമ്മുടെ 52 കാർഡ്സിൽ? 4. എത്ര ക്യൂനുണ്ട്? അതും 4. അപ്പം ഇവർ രണ്ടുപേരും വരാൻ പാടില്ല. ശരിയല്ലേ? അതിനകത്ത് നൈദർ എ കിങ് നോർ എ ക്യൂ എന്ന് പറയുമ്പം കിങ്ങും ക്യൂനും കൂടെ ശരിയല്ലേ? 4 ഇതിനകത്തും 4 കിങ് ഉണ്ട്, 4 ക്യൂനുണ്ട്. അപ്പോൾ 4 + 4 8 എണ്ണം. 52-വിൽ നിന്ന് ഈ 8 മൈനസ് ചെയ്താൽ എത്ര എണ്ണം വരുമോ അത്ര എണ്ണം ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതിയാവും. സോ ദ ആൻസർ ഈസ് 44/52. നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നത് കിങ്ങും ക്യൂനും ആവരുത്. സോ 44/52. അതിനെ നമുക്കൊന്ന് വെട്ടിക്കളയാമല്ലോ. എത്ര വരും? 11. 4 വെച്ച് വെട്ടുകയാണെങ്കിൽ 11/13. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ എഴുതിയിടരുത്. അതിനെ മാക്സിമം ഒന്ന് ചെറുതാക്കി കൊണ്ടുവന്ന് ലീസ്റ്റ് പ്രൈമിൽ കൊണ്ട് നിർത്തുക. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ. കാരണം കാർഡിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് നമുക്ക് കൂടുതലും ചാൻസ് വരാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. എ കാർഡ് ഈസ് ഡ്രോൺ റാൻഡം
from a well-shuffled deck of playing cards, find the probability that the card drawn is a card of spade or an ace. ഇവിടെയും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്ര തന്നെ എഴുതുക 52. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നില്ല ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ കാർഡ് ഓഫ് സ്പെയ്ഡ് ഓർ ആൻ എയ്സ്. സ്പെയ്ഡും എയ്സും വരാതിരിക്കാനുള്ള ചാൻസ് ആണ്. എത്ര സ്പെയ്ഡ് ഉണ്ട്? 13. എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട് അല്ലേ? ഇവർ രണ്ടു പേരും വരാതിരിക്കാനുള്ള ചാൻസ് ആണ്. ലെറ്റ് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് കാർഡ് ഡ്രോൺ ഈസ് എ സ്പെയ്ഡ് ഓർ ആൻ എയ്സ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 17. അതിൽ നമുക്ക് ആരെ ഒഴിവാക്കാം? അതിലൊരു ഒരു എയ്സിനെ നമുക്ക് ഒരാളെ നമുക്ക് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അതാരാണ്? ഒഴിവാക്കേണ്ടി വരുന്ന ആരാണ്? നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എയ്സിനെ ഒരെണ്ണം കൂട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? സ്പെയ്ഡ് എന്ന് പറയുന്നതിനകത്തും ഒരു എയ്സ് വരത്തില്ലേ? അപ്പോൾ ആ എയ്സ് നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 എയ്സിനകത്തുനിന്ന് ആ ഒരു എയ്സിനെ നമുക്ക് 2 പ്രാവശ്യം ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സ്പെയ്ഡിനകത്ത് എയ്സ് വരുന്നുണ്ട്, ഇതിനകത്ത് ഒരു എയ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എയ്സ് സ്പെയ്ഡിനകത്ത് നമ്മൾ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആ ഒരു എയ്സിനെ മാത്രം ഞാനൊന്ന് കുറയ്ക്കുന്നു. സോ ടോട്ടൽ 16 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സ്പെയ്ഡിനകത്ത് മൊത്തം 13 പേരുണ്ട്. ആ 13 പേരിനകത്ത് നമ്മളൊരു എയ്സ് ആഡ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? കൂടാതെ എയ്സിനെ നമ്മൾ 4 പേരെയും നമ്മൾ കൂട്ടി 4 ടൈപ്പിനകത്തെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒഴിവാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ -1 ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ പി ഓഫ് ഇ എന്ത് വരും? പി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ എന്ന് ഡിഫൈൻ ചെയ്ത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ സ്പെയ്ഡ് ഓർ ആൻ എയ്സ്. അത് 16/52. അതിനെ ഒന്ന് ക്യാൻസൽ ചെയ്ത് എഴുതാമെങ്കിൽ നമുക്കതിനെ 4/13 എന്ന് വരും. മനസ്സിലായോ? അടുത്തത് അതിൻ്റെ അകത്ത് എ റെഡ് കിങ് വരാനുള്ള ചാൻസ്. റെഡിനകത്തെ കിങ് ശരിക്കും റെഡ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട് അല്ലേ? റെഡ് കളറിൽ 2 കളേഴ്സാണുള്ളത്. അതിനകത്ത് എത്ര കിങ്ങേ വരത്തുള്ളൂ? 2 കിങ്ങേ വരത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് 2/52. സോ സിമ്പിൾ അല്ലേ അത്? സോ ആൻസർ ഈസ് 1/26. പറഞ്ഞത് മനസ്സിലായോ? ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയെല്ലാം എഴുതണം. ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് എ റെഡ് കിങ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് കിങ്സ് എത്രയാണ്? റെഡിനകത്ത് 2 കിങ്ങുകളെ ഉള്ളൂ അല്ലേ? സോ 2 ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 52 ആണ്. അങ്ങനെ 1/26 എന്ന് വന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നൈദർ എ കിങ് നോർ എ ക്യൂൻ. നൈദർ എ കിങ് നോർ എ ക്യൂൻ. കിങ്ങും ആകാൻ പാടില്ല, ക്യൂനും ആകാൻ പാടില്ല. ഇതുപോലെ തൊട്ട് മുമ്പ് നമ്മൾ റൺ ചെയ്തില്ലേ? അത് തന്നെ. എത്ര കിങ് ഉണ്ട്? 4. എത്ര ക്യൂൻ ഉണ്ട്? 4. സോ 4 പ്ലസ് ടോട്ടൽ 8 ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ 52-ൽ നിന്നും ഈ 8 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 44 എണ്ണം വരും. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ ബി ദ ഇവൻറ്റ് ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് നൈദർ എ കിങ് നോർ എ ക്യൂൻ. therefore പി ഓഫ് ഇ ഈക്വൽ ടു 44. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ 44-ൽ ഒരെണ്ണം ആകണം എന്നുള്ളതാണ്. സോ ആൻസർ ഈസ് 11/13. ദെൻ ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, either a king or a queen. Either a king or a queen. മുമ്പേ പറഞ്ഞത് കിങ്ങും ആകാൻ പാടില്ല, ക്യൂനും ആകാൻ പാടില്ല എന്നാണ് അല്ലേ? ഇപ്പം പറയുന്നത് കിങ്ങോ ക്യൂനോ മാത്രം വരാനുള്ള ചാൻസ്. അപ്പോൾ ആകെ എത്ര കിങ്ങും ക്യൂനും ഉള്ളൂ? 8 ഉള്ളൂ. സോ ആൻസർ ഈസ് 8/52. അതിനെ ചെറുതാക്കുകയാണെങ്കിൽ 2/13. ഇത് either a king or a queen. ഇത് neither a king nor a queen. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 8 എണ്ണം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ വരാനുള്ള ചാൻസ് ആണ്. ഇത് ആ 8 പേരിൽ ആരെങ്കിലും ഒരാൾ വരാനുള്ള ചാൻസ് ആണ്. കിങ്ങോ ക്യൂനോ മാത്രം വരാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കാർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
നെക്സ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ചെറിയൊരു ഭാഗത്തെ പ്രോബ്ലം നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സംഭവം ഓർക്കുന്നില്ലേ, ഇംപിരിക്കൽ റിലേഷൻഷിപ്പ്. നമ്മൾ സെൻട്രൽ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ മീഡിയനും മോഡും മീനും ഒക്കെ എങ്ങനെയാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസിയിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് 3 മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോണം. 3 മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്യിച്ചേക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, എക്സ്ട്രാ ക്വസ്റ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ എന്നാലും ഒന്ന് ചെയ്തേക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ ഡേറ്റ ആർ റെസ്പെക്റ്റീവ്ലി 20 ആൻഡ് 22. മീനും മീഡിയനും നമുക്ക് തന്നിട്ടുണ്ട്, 20യും 22. ഫൈൻഡ് ദ വാല്യൂ ഓഫ് മോഡ്. നമുക്കിവിടെ ബാക്കി അറിയാവുന്ന കാര്യങ്ങളാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കി, 3 × 22 ഈക്വൽ ടു മോഡ് പ്ലസ് 2 × 20 എത്ര വരും? 66 ഈക്വൽ ടു മോഡ് പ്ലസ് 40. മോഡ് കണ്ടുപിടിക്കാൻ വല്ല പാടുകൊണ്ടോ? മോഡ് ഈക്വൽ ടു 66 മൈനസ് 40 എത്ര വരും? 66 നിന്ന് 40 പോയാൽ 26. ശരിയല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കെല്ലാം നേരിട്ട് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ മീൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 30. മീൻ നമുക്ക് തന്നിട്ടുണ്ട് 30 ആൻഡ് ദ മീഡിയൻ ഈസ് 35. ഇവിടെയും സെയിം തന്നെയാണ്, മീഡിയൻ 35. എന്താ കണ്ടുപിടിക്കേണ്ടത്? മോഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3 × 35 ഈക്വൽ ടു മോഡ് പ്ലസ് 2 × 30. 3 × 35 എത്ര വരും? അല്ലെങ്കിൽ മോഡ് ഈക്വൽ ടു നമുക്ക് 3 × 35 പ്ലസ് അല്ല മൈനസ് 2 × 30. ശരിയല്ലേ? സോ ദ ആൻസർ ഈസ് 45. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് കാണാതെ പഠിച്ച് വെച്ചോണം. ഡയറക്റ്റായിട്ടെല്ലാം തന്നോളും. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഏതെങ്കിലും ഈ ടൈപ്പിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 2 എണ്ണം ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ അവിടെ ഒന്ന് പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ 2 ഇംപിരിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറയുകയാണ്. പ്രോബബിലിറ്റിയും തൽക്കാലം നമ്മൾ തീർന്നു. തൽക്കാലം തീർന്നേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം നമുക്കിനി ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചെയ്യാനുണ്ട് അല്ലേ. എക്സ്ട്രാ ആയിട്ട് നമുക്ക് കാർഡിൻ്റെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയെങ്കിലേ നമുക്കത് നന്നായിട്ടത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റിൽ ഏകദേശം നമുക്ക് തീർന്നിട്ടുണ്ട്. ഇനിയും ചെയ്യാത്തതായിട്ട് ലാസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യുക. ബാക്കിയുള്ള നോട്ട്സ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.